ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു 4-5 മാസമായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം എന്ന്. അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നല്ല തേങ്ങ വറുത്തരച്ച തനിനാടൻ ചിക്കൻ തീയലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം വേണ്ടത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് ആവശ്യമുള്ള അത്രയും ചിക്കനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം, പട്ട വേണം, കറിവേപ്പില വേണം, കിഴങ്ങ് വേണം, പിന്നെ നമുക്ക് വലിയ ജീരകം, പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാനിൽ കുറച്ച് തേങ്ങ, അത് കുറച്ച് ആവശ്യത്തിന് തേങ്ങ പിന്നെ ചെറിയുള്ളി ഇട്ടിട്ട് അതൊന്ന് ചെറിയ തീയിൽ നമുക്ക് വറുത്തെടുക്കാം. അതായി വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കുക്കറിൽ ആവശ്യത്തിന് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, ചതക്ക് എങ്ങനെ വേണമെങ്കിലും അതിട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ പട്ട ഇട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് ചിക്കൻ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ വലിയ കഷ്ണമാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്, നിങ്ങൾ ചെറിയ കഷ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പാക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പ് അതും നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ അത് കഴിഞ്ഞ് ഓഫാക്കാം കേട്ടോ, അല്ലെങ്കിൽ കിഴങ്ങൊക്കെ വെന്ത് പോവും. അപ്പോൾ ആ ഒരു വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ, വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കളർ മാറി വരുള്ളൂ, അല്ലെങ്കിൽ ചുവന്ന കളറാവും. നമുക്ക് തീയലിൻ്റെ കളറാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളകോ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് തേങ്ങ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അരച്ചെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കുക കേട്ടോ. എന്നാലും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കളറ് മാറും. അപ്പോൾ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി പോലെ ആവും. നമുക്ക് തീയൽ വേണം, അപ്പോൾ തീയലാവുമ്പോൾ നമുക്ക് ഈ കളറാണ് കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറി ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. കുറുക്കം കൂടുതലാണ് തോന്നിക്കഴിഞ്ഞാൽ ചുടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 2 തക്കാളി അല്ലെങ്കിൽ 1-2 തക്കാളി ഇട്ട് അരിഞ്ഞു കൊടുക്കുക. അത് ലാസ്റ്റ് അരിഞ്ഞിടുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെന്ത് പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇതല്ലെങ്കിലും വെന്ത് വരും. തക്കാളിക്കൊന്നും അധികം വേവൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് ഉലുവ ഇല ഉണ്ടല്ലോ, ഉലുവ ഇല, അതാണ്. അത് ആവശ്യമില്ല, നിർബന്ധമല്ല, നമ്മൾ ഇട്ട് കൊടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല തനി നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും